വാങ്ക, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. വാങ്ക ഈ കഥയിലെ മുഖ്യ കഥാപാത്രമാണ്. ആദ്യം രചയിതാവിനെ പരിചയപ്പെടാം. ആന്റൺ ചെക്കോവ്, എ മേജർ റഷ്യൻ പ്ലേറൈറ്റ്, ഈസ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി. 1860 മുതൽ 1904 വരെ ജീവിച്ച ആന്റൺ ചെക്കോവ് റഷ്യയിലെ പ്രധാനപ്പെട്ട നാടകകൃത്തും ആധുനിക ചെറുകഥ എഴുതുന്നവരുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തനുമാണ്. ഹീസ് വർക്ക്സ് എക്സ്പ്ലോർ, അദ്ദേഹത്തിൻ്റെ കൃതികൾ നിരീക്ഷിക്കുന്നു, ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവിൻ്റെ മുഴുവൻ പരിധികളും. ദേ പ്രൊവോക്ക് ദ റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അവ വായനക്കാരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രലോഭിപ്പിക്കുന്നു. മോറോവർ, അതിനെല്ലാം പുറമെ, ഹീ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലേറ്റ് 19th സെഞ്ച്വറി റഷ്യൻ റിയലിസ്റ്റ് സ്കൂൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായിരുന്ന റഷ്യൻ റിയലിസ്റ്റ് സ്കൂളിൻ്റെ ഉന്നതനായ പ്രതിനിധിയാണ് അദ്ദേഹം. ഹീസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഉൾക്കൊള്ളുന്നു. ഇനി അവയുടെ പേരുകൾ പറയുകയാണ്. 3 സിസ്റ്റേഴ്സ്, ദ ചെറി ഓർച്ചഡ്, ദ ലേഡി വിത്ത് ദ ഡോഗ്. ഇനി കഥയിലേക്ക് പ്രവേശിക്കാം. 9-year-old Vanga Zhukov, who had been apprenticed 3 months ago to Alyakin the shoemaker, did not go to bed on Christmas Eve. He waited till his master and mistress and the senior apprentices had gone to church, and then took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper, and was all ready to write. Before tracing the first letter, he glanced several times anxiously at the door and window, peered at the dark icon with shelves holding cobbler's glass stretching on either side of it, and gave a quivering sigh. The paper lay on the bench, and Vanga knelt on the floor at the bench. Dear Granddad, Konstantin Makarych, he wrote, I am writing a letter to you. I send you Christmas greetings and hope God will send you his blessings. I have no father and no mummy, and you are all I have left. 9-year-old Vanga Zhukov, 9 വയസ്സുള്ള വാങ്ക സുഗോവ്, who had been apprenticed 3 months ago, 3 മാസങ്ങൾക്ക് മുമ്പ് ജോലിക്കാരനായി വന്ന. അപ്രൻറ്റീസ് എന്നാൽ ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആൾ എന്നാണ്. ടു അല്യാക്കിൻ ദ ഷൂ മേക്കർ, ഷൂ മേക്കറായ അല്യാക്കിൻ്റെ. ഡിഡ് നോട്ട് ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോയില്ല. ഓൺ ക്രിസ്മസ് ഈവ്, ക്രിസ്മസിൻ്റെ തലേ ദിവസം. ഹീ വെയിറ്റഡ് till his master and mistress and the senior apprentices had gone to church. അവൻ്റെ യജമാനനും യജമാനത്തിയും മറ്റു മുതിർന്ന ജോലിക്കാരും ചർച്ചിലേക്ക് പോകുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തു. ആൻഡ് ദെൻ, എന്നിട്ട് അവരെല്ലാം ചർച്ചിലേക്ക് പോയതിനു ശേഷം, took from the cupboard, അലമാരയിൽ നിന്നും എടുത്തു, a bottle of ink, ഒരു മഷിക്കുപ്പി, and a pen with a rusty nib, തുരുമ്പിച്ച നിബുള്ള ഒരു പേനയും, spread out a crumpled sheet of paper, ഒരു ചുളിഞ്ഞ പേപ്പർ നിവർത്തി, and was all ready to write, എഴുതാൻ റെഡിയായി നിന്നു. Before tracing the first letter, ആദ്യത്തെ അക്ഷരം തയ്യാറാക്കുന്നതിന് മുമ്പ്, he glanced several times, അവൻ ഒരുപാട് പ്രാവശ്യം നോക്കി, ആങ്ഷ്യസ്ലി, ഉത്കണ്ഠയോടുകൂടി, അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോസ്, ജനവാതിലിനും വാതിലിനും നേരെ, പിയേർഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ, ഇരുണ്ട പ്രതിമയ്ക്ക് നേരെ സൂക്ഷിച്ചു നോക്കി, വിത്ത് ദ ഷെൽഫ്സ് ഹോൾഡിംഗ് കോബ്ലേഴ്സ് ലാസ് സ്ട്രെച്ചിങ് ഓൺ എയ്തർ സൈഡ് ഓഫ് ഇറ്റ്, ചെരുപ്പ് കുത്തിയുടെ കാലിൻ്റെ ഷേപ്പിലുള്ള മരക്കഷ്ണങ്ങൾ നീണ്ടു കിടക്കുന്ന അലമാരകളുടെ കൂടെയുള്ള, അതായത് ഷെൽഫുകളുടെ അടുത്തുള്ള ഇരുണ്ട പ്രതിമയിലേക്ക്.
ആൻഡ് ഗ്യാവ് എ ക്യൂറിങ് സൈ. എന്നിട്ട് വിറയാർന്ന ഒരു നെടുവീർപ്പ് പുറത്തേക്ക് വിട്ടു. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്. പേപ്പർ ബെഞ്ചിന്മേൽ വെച്ചു. ആൻഡ് വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ. വാങ്ക നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അറ്റ് ദ ബെഞ്ച്, ബെഞ്ചിന് നേരെ. ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മക്കാറിച്ച്. പ്രിയപ്പെട്ട അപ്പൂപ്പൻ കോൺസ്റ്റാൻറ്റിൻ മക്കാറിച്ച്. ഹി റോട്ട്. അവൻ എഴുതി. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാൻ നിങ്ങൾക്കൊരു കത്ത് എഴുതുകയാണ്. ഐ സെൻഡ് യു. ഞാൻ നിങ്ങൾക്ക് അയക്കുന്നു. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. ക്രിസ്മസ് ആശംസകൾ. ആൻഡ് ഹോപ്പ്. പ്രതീക്ഷിക്കുന്നു. ഗോഡ് വിൽ സെൻഡ് യു. ദൈവം നിങ്ങൾക്ക് അയച്ചു തരുമെന്ന്. ഹീസ് ബ്ലെസ്സിങ്സ്. അവൻ്റെ അനുഗ്രഹങ്ങൾ. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി. എനിക്ക് അച്ഛനും അമ്മയുമില്ല. ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. നിങ്ങൾ മാത്രമാണ് എനിക്ക് ആകെ ബാക്കിയുള്ളത്. വാങ്ക റൈസ്ഡ് ഹീസ് ഐസ് ടു ദ ഡാർക്ക് വിൻഡോ പെയിൻ ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ കാൻഡിൽ ഫ്ലിക്കേർഡ്. ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ഡിസ്റ്റിങ്ക്ട്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മക്കാറിച്ച്. He was a night watchman on the estate of some gentlefolk called Shivarev. He was small, lean old man, about 65, but remarkably lively and agile, with a smiling face and eyes bleary with drink. In the daytime he either slept at the kitchen or sat joking with the cook and kitchen maids. In the night he wrapped himself in a great sheepskin coat, walked round and round the estate sounding his rattle. Two dogs, Eel and Kashtanga, would follow him with drooping heads. Eel was named on account of his black coat and long weasel-like body. He was wonderfully respectful and insinuating. He had the same appealing glance on friends and strangers alike. But he inspired confidence in no one. His deferential manner and docility were pretexts for his cunningness and hostility. He was adept at stealing up to snap at a food, creeping into the ice house, or snatching a peasant's chicken. His hind legs had been slashed again and again. Twice he had been strung up. He was beaten with an inch of his life every week, but he survived it all. Vanga raised his eyes. Vanga അവൻ്റെ കണ്ണുകൾ ഉയർത്തി. ടു ദ ഡാർക്ക് വിൻഡോ പെയിൻ. ഇരുണ്ട ജനവാതിൽ ചില്ലിലേക്ക്. ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ കാൻഡിൽ ഫ്ലിക്കേർഡ്. അതിൽ മെഴുകുതിരിയുടെ പ്രതിബിംബം മിന്നിക്കത്തി. ഇൻ ഹിസ് ഇമാജിനേഷൻ. അവൻ്റെ ഭാവനയിൽ. ഹി ഡിസ്റ്റിങ്ക്ട്ലി സോ. അവൻ വ്യക്തമായും കണ്ടു. ഹിസ് ഗ്രാൻഡ് ഡാഡ്. അവൻ്റെ മുത്തച്ഛനെ. ആരാണ് മുത്തച്ഛൻ? കോൺസ്റ്റാൻറ്റിൻ മക്കാറിച്ച്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ. അദ്ദേഹം ഒരു രാത്രി വാച്ച്മാൻ ആയിരുന്നു. ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെൻറ്റിൽ ഫോക്ക് കോൾഡ് ഷിവാറേവ്. ഷിവാറേവ് എന്ന് വിളിക്കുന്ന കുറച്ച് ആളുകളുടെ തോട്ടത്തിലെ. ഹി വാസ് സ്മോൾ, ലീൻ ഓൾഡ് മാൻ എബൌട്ട് 65. ഏകദേശം 65 വയസ്സുള്ള വൃദ്ധനായ മെലിഞ്ഞ ചെറിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ബട്ട് റിമാർക്കബിളി ലൈവ്ലി ആൻഡ് അജൈൽ. എന്നാൽ വളരെ ജീവസുറ്റവനും ഉത്സാഹമുള്ളവനുമായിരുന്നു. വിത്ത് എ സ്മൈലിംഗ് ഫേസ്. ചിരിക്കുന്ന മുഖത്തോടു കൂടിയ. ആൻഡ് ഐസ് ബ്ലിയറി വിത്ത് ഡ്രിങ്ക്. മദ്യം കുടിച്ച് മങ്ങിയ കണ്ണുകളോടും കൂടിയ. ഇൻ ദ ഡേ ടൈം. പകൽ സമയത്ത്. ഹി എയ്തർ സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ. ഒന്നുകിൽ അദ്ദേഹം കിച്ചണിൽ ഉറങ്ങും. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് കിച്ചൺ മെയ്ഡ്സ്. അല്ലെങ്കിൽ പാചകക്കാരോടും അതുപോലെ കിച്ചണിലെ സ്ത്രീകളോടും തമാശ പറഞ്ഞിരിക്കും. ഇൻ ദ നൈറ്റ്. രാത്രിയിൽ. ഹി റാപ്ഡ് ഹിംസെൽഫ്. അദ്ദേഹം സ്വയം പൊതിയും. ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. വലിയ ചെമ്മരിയാടിൻ്റെ തൊലി കൊണ്ടുള്ള കോട്ടിൽ. വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിന് ചുറ്റും നടക്കും. സൗണ്ടിങ് ഹീസ് റാറ്റിൽ. അദ്ദേഹത്തിൻ്റെ റാറ്റിൽ ശബ്ദിച്ചുകൊണ്ട്. റാറ്റിൽ എന്നാൽ കറക്കുമ്പോൾ ശബ്ദമുണ്ടാവുന്ന മരം കൊണ്ടുള്ളൊരു വസ്തുവാണ്. ടു ഡോഗ്സ്. രണ്ട് നായകൾ.
ഈൽ ആൻഡ് കഷ്ടാങ്ക, ഈല് കഷ്ടാങ്ക എന്ന രണ്ട് നായകൾ വുഡ് ഫോളോ ഹിം, അദ്ദേഹത്തെ പിന്തുടരും. വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്, താഴ്ത്തിയ തലകളുമായിട്ട്. ഈൽ വാസ് നെയ്മഡ്, ഈല് പേര് വെക്കപ്പെട്ടു. ഓൺ അക്കൗണ്ട് ഓഫ് ഹീസ് ബ്ലാക്ക് കോട്ട്, അവൻ്റെ ബ്ലാക്ക് കോട്ട് കാരണത്താൽ. ആൻഡ് ലോങ് വീസൽ ലൈക്ക് ബോഡി, നീണ്ട കീരിയുടേത് പോലത്തെ ശരീരം കാരണത്താലും. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റിംഗ്, അവൻ അത്ഭുതകരമാംവിധം ബഹുമാനം നിറഞ്ഞവനും ഉപായത്തിൽ കാര്യങ്ങൾ നേടുന്നവനുമായിരുന്നു. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് അലേക്ക്, അവന് സുഹൃത്തുക്കളുടെയും അപരിചിതരുടെയും മേൽ ഒരുപോലെയുള്ള ആകർഷണീയമായ ഒരു നോട്ടമുണ്ടായിരുന്നു. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ, പക്ഷേ അവൻ ഒരാളിലും ആത്മവിശ്വാസം ഉണ്ടാക്കിയില്ല. ഹീസ് ഡെഫറൻഷ്യൽ മാനർ, അവൻ്റെ വിനയമുള്ള സ്വഭാവം. ആൻഡ് ഡോസിലിറ്റി, ഇണക്കം. വേർ പ്രിടെക്ട്സ്, ഉപായങ്ങളായിരുന്നു. ഫോർ ഹീസ് കണ്ണിങ്നെസ്, അവൻ്റെ സൂത്രത്തിനും. ആൻഡ് ഹോസ്റ്റിലിറ്റി, പകക്കും. ഹോസ്റ്റിലിറ്റി എന്നാൽ പക. ഹി വാസ് അഡപ്റ്റ്, അവൻ കഴിവുള്ളവനായിരുന്നു. അറ്റ് സ്റ്റീലിംഗ് അപ്പ്, പമ്മിപ്പോകുന്നതിൽ. ടു സ്നാപ്പ് അറ്റ് എ ഫുട്ട്, ഒരു കാലിൽ ഇഴഞ്ഞു പോകുന്നതിൽ. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, ഐസ് ഹൗസിലേക്ക് നുഴഞ്ഞു പോകുന്നതിൽ. ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ കോഴിയെ തട്ടിപ്പറിക്കുന്നതിൽ. ഇതിലൊക്കെ വളരെ കഴിവുള്ളവനായിരുന്നു. ഹീസ് ഹിൻ ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, അവൻ്റെ പിൻകാലുകൾ ഒരുപാട് പ്രാവശ്യം അടികിട്ടപ്പെട്ടിട്ടുണ്ട്. ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രങ് അപ്പ്, 2 പ്രാവശ്യം അവൻ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ഹി വാസ് ബീറ്റൺ വിത്ത് ആൻ ഇഞ്ച് ഓഫ് ഹീസ് ലൈഫ് എവറി വീക്ക്, ഓരോ ആഴ്ചയും അവൻ മരണത്തിൻ്റെ വക്കിലെത്തുവോളം അടിക്കപ്പെട്ടു. ബട്ട് ഹീ സർവൈവ്ഡ് ഇറ്റ് ഓൾ, പക്ഷെ അവൻ അവയെല്ലാം അതിജീവിച്ചു. ഗ്രാൻഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്, screwing up his eyes to look at the bright red light coming from the church windows, or stumbling about in his felt boots, fooling with the servants. His rattle would be fastened to his belt. He would be throwing out his arms and hugging himself against the cold, or with his old man's titter, pinching a maid or one of the cooks. Have a nip, he would say, holding out his snuff box to the women. The women would take a pinch and sneeze. Grandfather would be overcome with delight, breaking out into jolly laughter and shouting. Good for frozen noses. Even the dogs would be given snuff. Kastanga would sneeze, shake her head, and walk away offended. But Eel, too polite to sneeze, would wag his tail, and the weather was glorious, the air still transparent and fresh. It was a dark night, but the whole village, with its white roofs, the smoke rising from the chimneys, the trees silver with rime, the snow drifts could be seen distinctly. The sky was sprinkled with gaily twinkling stars, and the Milky Way stood out as clearly as if newly scrubbed for the holiday and polished with snow. Grandad was probably standing at the gate at this moment. ഈ സമയം മിക്കവാറും മുത്തച്ഛൻ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാവും. സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളെ പ്രേരിപ്പിച്ചുകൊണ്ട്. ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ്, തിളങ്ങുന്ന ചുവന്ന പ്രകാശത്തിലേക്ക് നോക്കാൻ. കമ്മിങ് ഫ്രം ദ ചേർച്ച് വിൻഡോസ്, ചർച്ചിൻ്റെ ജനവാതിലിൽ നിന്നും വരുന്ന ചുവന്ന പ്രകാശം. ഓർ സ്റ്റംപിങ് അബൌട്ട്, അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഹിനീസ് ഫെൽറ്റ് ബൂട്ട്സ്, അദ്ദേഹത്തിൻ്റെ കമ്പിളിത്തുണി കൊണ്ടുള്ള ബൂട്ടിൽ. ഫൂളിംഗ് വിത്ത് ദ സെർവൻസ്, വേലക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട്. ഹീസ് റാറ്റിൽ വുഡ് ബി ഫാസൻ ടു ഹിസ് ബെൽറ്റ്, അദ്ദേഹത്തിൻ്റെ റാറ്റിൽ ബെൽറ്റിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹീസ് ആംസ്, അദ്ദേഹം തൻ്റെ കൈകൾ പുറത്തേക്ക് നീട്ടുന്നുണ്ടാവും. ആൻഡ് ഹഗ്ഗിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ കോൾഡ്, തണുപ്പിനെ പുണരുന്നുണ്ടാവും. ഓർ വിത്ത് ഹീസ് ഓൾഡ് മാൻസ് ടിറ്റർ,
അല്ലെങ്കിൽ വയസ്സൻ്റെ ചിരിയോടുകൂടി പിഞ്ചിങ് എ മെയ്ഡ്, ഒരു വേലക്കാരിയെ നുള്ളുന്നുണ്ടാവും. ഓർ വൺ ഓഫ് ദ കുക്സ്, അല്ലെങ്കിൽ ഒരു പാചകക്കാരിയെ. ഹാവ് എ നിപ്പ്, ഒരു നുള്ള് വേണോ? ഹി വുഡ് സേ, അദ്ദേഹം പറയും. ഹോൾഡിംഗ് ഔട്ട് ഹീസ് സ്നഫ് ബോക്സ്, അദ്ദേഹത്തിൻ്റെ പൊടി ഡപ്പി നീട്ടിപ്പിടിച്ചുകൊണ്ട്. ടു ദ വിമൺ, സ്ത്രീകൾക്ക് നേരെ. ദ വിമൺ വുഡ് ടേക്ക് എ പിഞ്ച്, സ്ത്രീകൾ ഒരു നുള്ളെടുക്കും. ആൻഡ് സ്നീസ്, എന്നിട്ട് തുമ്മും. ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ഡിലൈറ്റ്, മുത്തച്ഛൻ സന്തോഷത്താൽ കീഴടക്കപ്പെടും. ബ്രേക്കിംഗ് ഔട്ട് ഇൻ ടു ജോളി ലാഫ്റ്റർ ആൻഡ് ഷൗട്ടിങ്, സന്തോഷം നിറഞ്ഞ ചിരികൾക്കും ഒച്ചപ്പാടുകൾക്കും തുടക്കം കുറിച്ചുകൊണ്ട്. ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്, മരവിച്ച മൂക്കുകൾക്ക് നല്ലതാണ്. ഈവൻ ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ സ്നഫ്, നായകൾക്ക് പോലും പൊടി നൽകപ്പെടും. കഷ്ടാങ്ക വുഡ് സ്നീസ്, കഷ്ടാങ്ക തുമ്മും. ഷെയ്ക്ക് ഹെർ ഹെഡ്, അവളുടെ തല കുലുക്കും. ആൻഡ് വോക്ക് അവേ, ദൂരേക്ക് നടന്നു പോവും. ഒഫൻഡഡ്, ദ്രോഹിക്കപ്പെട്ടവളായി. ബട്ട് ഈൽ ടു പൊളൈറ്റ് ടു സ്നീസ്, പക്ഷേ ഈൽ തുമ്മുന്നതിൽ വളരെ വിനയമുള്ളവനാണ്. വുഡ് വാഗ് ഹീസ് ടെയിൽ, അവൻ്റെ വാല് കുലുക്കും. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്, കാലാവസ്ഥ മഹത്തരമായതായിരുന്നു. ദ എയർ സ്റ്റിൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രഷ്, വായു അപ്പോഴും തെളിഞ്ഞതും പുതിയതുമായിരുന്നു. ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ്, അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. ബട്ട് ദ ഹോൾ വില്ലേജ്, പക്ഷേ മുഴുവൻ ഗ്രാമവും, വിത്ത് ഇറ്റ്സ് വൈറ്റ് റോബ്സ്, അതിൻ്റെ വെള്ള മേൽക്കൂരകളോടുകൂടെ. ദ സ്മോക്ക് റൈസിങ് ഫ്രം ചിമ്മിനീസ്, ചിമ്മിനികളിൽ നിന്നും ഉയരുന്ന പുക. ദ ട്രീസ് സിൽവർ വിത്ത് റൈം, മഞ്ഞിനാൽ വെള്ളിക്കളറിലായ മരങ്ങൾ. ദ സ്നോ ഡ്രിഫ്റ്റ്സ്, മഞ്ഞുകൂട്ടങ്ങൾ. കുഡ് ബി സീൻ ഡിസ്റ്റിങ്ക്ട്ലി, വളരെ വ്യക്തമായി കാണാൻ സാധിച്ചു. ദ സ്കൈ വാസ് സ്പ്രിങ്കിൾഡ്, ആകാശം വിതറപ്പെട്ടിരുന്നു. വിത്ത് ഗെയിലി ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്, മോടിയോടെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാൽ. ആൻഡ് ദ മിൽക്കി വേ സ്റ്റുഡ് ഔട്ട് അസ് ക്ലിയർലി, മിൽക്കി വേ വളരെ തെളിഞ്ഞതായി നിന്നു. അസീഫ് ന്യൂലി സ്ക്രബ്ഡ് ഫോർ ദ ഹോളിഡേ, അവധി ദിവസത്തിന് പുതുതായി വൃത്തിയാക്കപ്പെട്ടതുപോലെ. ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ, മഞ്ഞുകൊണ്ട് പോളിഷ് ചെയ്യപ്പെട്ട പോലെയും.